ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗൈസ്. നമ്മൾ കാണാൻ പോകുന്ന കസിൻസ് ആൻഡ് കല്യാണം പറയും മലയാളം വെബ് സീരീസിൻ്റെ എപ്പിസോഡ് 10 ആണ്. ഇതിന് മുമ്പുള്ള എപ്പിസോഡൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഗൈസ്. കാണാത്തവർ തീർച്ചയായും കാണേണ്ടതാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഗൈസ്. ഈ ഒരു എപ്പിസോഡ് തുടങ്ങുന്നതന്നെ നമ്മുടെ മനുവേളിൽ നിന്ന് സിഗരറ്റ് വലിക്കുന്നതാണ്. ആ ഒരു സമയത്തേക്ക് നമ്മുടെ ചന്തു അങ്ങോട്ട് വന്നിട്ട് നീ എന്താണ് ഇവിടെ തനിച്ച് നിൽക്കുന്നത് അവനോട് ചോദിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്തേക്ക് നമ്മുടെ പ്രജിത്ത് അണ്ണന്തിയെ ഡ്രൈവിംഗ് പഠിപ്പിക്കാനൊക്കെ കൊണ്ടുപോകാൻ നമ്മുടെ മനു കാണുകയാണ്. ഇത് കണ്ട ദേശം മനു എങ്ങനെയെങ്കിലും അവരുടെ അടുത്ത് എത്തണമെന്ന് സ്കൂട്ടർ എടുത്ത് അവരെ പുറകെ പോവുകയാണ്. എനിക്ക് ഡ്രൈവിംഗ് ഒന്നും അറിയാത്തതുകൊണ്ട് തന്നെ നമ്മുടെ പ്രജിത്ത് അണ്ണൻ പറയുന്നത് ഓപ്പോസിറ്റാണ് അവൾ ചെയ്യുന്നത്. ഇതുകൊണ്ട് തന്നെ നമ്മുടെ പ്രജിത്ത് അണ്ണൻ ടെൻഷൻ അടിച്ച് അവിടെ നിൽക്കുകയാണ്. ആ ഒരു സമയത്തേക്ക് നമ്മുടെ മനു അങ്ങോട്ട് വന്നിട്ട് ഇപ്പോൾ എടുത്ത് പറയുകയാണ്, ഓണ പരിപാടിക്ക് നിന്നെ എല്ലാവരും തിരക്കുന്നത് അവളോട് പറയുകയാണ്. ഇത് കേട്ട പ്രജിത്ത് അണ്ണനും പറയുകയാണ്, ഞങ്ങൾ വന്നോളാം, നിങ്ങൾ പോയിക്കോളാം മനുവിൻ്റെ അടുത്തും പറയുകയാണ്. ഇത് കേട്ട് ദേഷ്യം നമ്മുടെ മനു പെട്ടെന്ന് സ്കൂട്ടർ സ്റ്റാർട്ടാക്കാൻ നോക്കിയെങ്കിലും ആ സ്കൂട്ടർ സ്റ്റാർട്ട് ആവുന്നില്ലായിരുന്നു. ഒത്തിരി ട്രൈ ചെയ്തിട്ടും ആ സ്കൂട്ടർ സ്റ്റാർട്ട് ആവുന്നില്ലായിരുന്നു. ഇപ്പം നമ്മുടെ പ്രജിത്തണ്ണന് കാറിൽ നിന്ന് ഇറങ്ങി സ്ലോ മോഷനിൽ വന്നിട്ട് ഫസ്റ്റ് ട്രൈ തന്നെ ആ സ്കൂട്ടർ സ്റ്റാർട്ടാക്കുകയാണ്. ഇത് കണ്ട് നമ്മുടെ വീണ്ടും നമ്മുടെ പ്രജിത്തണ്ണനായിട്ട് ഇംപ്രസ് ആവുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്ന നമ്മുടെ ചന്തു എല്ലാ കസിൻസിൻ്റെ അടുത്ത് നമ്മുടെ പ്രജിത്തണ്ണനൊക്കെ ആക്ട് ചെയ്ത് കാണിക്കുകയാണ്. പക്ഷേ ഇതൊന്നും നമ്മുടെ മനുവിന് ഇഷ്ടമാകുന്നില്ലായിരുന്നു. അങ്ങനെ ഇപ്പോൾ എല്ലാവരും ഓണപരിപാടിയുടെ തിരക്കിലാണ്. പക്ഷേ നമ്മുടെ മനു മാത്രം ഒരു സൈലം മിണ്ടാതെ നിൽക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ഓണപരിപാടിയും തുടങ്ങുകയാണ്. പക്ഷേ എല്ലാ ഗെയിംസിലും നമ്മുടെ പ്രജിത്തണ്ണൻ കള്ളത്തരം കാണിച്ച് ജയിക്കുകയാണ്. ഇതുകൊണ്ട് തന്നെ നമ്മുടെ മനുവിന് ദേഷ്യം ഒരു സ്ഥലത്തോട്ട് മാറി നിൽക്കുകയാണ്. ആ ഒരു സമയത്തേക്ക് നമ്മുടെ ദിയ അങ്ങോട്ട് വന്ന് നീ എന്തിനാണ് എല്ലാ കളികളിലും മനഃപൂർവ്വം തോറ്റ് തരുന്നതെന്ന്, അങ്ങനെ തോറ്റ് തന്നിട്ട് നീ എന്തോ നേടിയെന്ന് അവനോട് ചോദിക്കുകയാണ്. ആക്ച്വലി നമ്മുടെ മനു എല്ലാ കളിയിലും തോറ്റു കൊടുക്കുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ദിയ ജയിക്കാൻ വേണ്ടി. ഇപ്പോൾ ദിയ ഇങ്ങനെ അവനോട് പറഞ്ഞു കേട്ട് നമ്മുടെ മനു അവളോട് പറയുകയാണ്, അടുത്ത ഗെയിമിൽ ഞാൻ മാത്രമേ ജയിക്കത്തുള്ളൂ, നീ നോക്കിക്കോളാന്ന് പറയുകയാണ്. ഇതോടുകൂടി ഒരു എപ്പിസോഡും അവസാനിക്കുകയാണ് ഗൈസ്.